അതോടൊപ്പം മുൻ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ ശ്രീ വാസു മൂന്നാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ SIT കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകാം, ഒരു സംശയവുമില്ല. അത് മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരാൾ പറയുകയാണ്, ഞാൻ ഇന്നത് ചെയ്തത് ഇന്ന ആളിൻ്റെ ശുപാർശ പ്രകാരമാണ്, തെളിവുണ്ട്, മിനിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിയുകയും കൂടെ ചെയ്താൽ പിന്നെ അറസ്റ്റിന് തടസ്സമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യുന്നതിന് ഇനി കോടതിയുടെ മുൻകൂർ അനുവാദമൊന്നും വേണ്ട. അതെല്ലാം അഡ്വാൻസ് ആയിട്ട് ആരെ വേണമെങ്കിലും, എത്ര ഉന്നതനായാലും എത്ര സ്വാധീനമുള്ള ആയാലും ഈ കാര്യത്തിൽ മറ്റൊന്നും നോക്കേണ്ട, സത്യം പുറത്തു കൊണ്ടുവരിക, 6 ആഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണ റിപ്പോർട്ടും നൽകണമെന്ന് മുന്നേ കൂട്ടി കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏത് നിമിഷവും, മറ്റേ സുധീഷ് കുമാർ അറസ്റ്റിലായേക്കും എന്ന് പറഞ്ഞ ദിവസം തന്നെ അറസ്റ്റിലായി. അതേപോലെ ഇതും സ്വാഭാവികമാണ്. പിന്നെ കുറച്ചുകൂടി കൃത്യമായിട്ട് തെളിവുകളും കൂടി എന്നിട്ട് അല്പം സാവകാശത്തിൽ അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അല്പം താമസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.